ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ട് പേരുടേതാണ്. രണ്ടിൽ ഒരാൾക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് പ്രോട്ടീനുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ കേൾസ് ഉള്ള ഹെയറാണ്, ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത് കളഞ്ഞിട്ടില്ല, ഉള്ള ആ ലെങ്ത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് റൂട്ട് ടച്ച് വിത്ത് പ്രോട്ടീൻ ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് നമ്മുടെ അടുത്ത് ചെയ്തത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ്. ഡാമേജ് ഒന്നുമില്ല, നല്ല ഹെയറായിട്ട് തന്നെ നടക്കുന്നു. ഞാനിപ്പോൾ ഓരോ റൂട്ട് ടച്ചിൻ്റെയും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ എന്തോ ആകും, ഹെയർ പന്നലായി പോവോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. അപ്പം ഈ 6 പ്രാവശ്യമൊക്കെ റൂട്ട് ടച്ച് ചെയ്തവരുണ്ട്, അവരുടെ ഹെയറിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അവരൊക്കെ ഹാപ്പിയാണ്. കാരണം ലെങ്ത് വേണ്ടുന്നവർക്ക് നല്ലതായിട്ട് ലെങ്ത് വെപ്പിക്കാം, ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അത് ഫേസിന് ചേരുന്ന രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ബാക്കിലോട്ട് ലെങ്ത് കൂട്ടിക്കൊണ്ട് ഫ്രണ്ട് കർട്ടൻ കട്ടോ അതല്ലെങ്കിൽ ഫെദർ കട്ടോ ഏതെങ്കിലും കട്ട് ചെയ്യും. നന്നായിട്ട് ഷോർട്ടായിട്ട് വേണമെങ്കിൽ അത് കർട്ടൻ കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫേസിന് ആ ചേരുന്ന രീതിയിൽ കുറച്ച് ഇവിടെ മുതൽ നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റും. അതല്ല ഫെദർ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുതൽ കട്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ എല്ലാവർക്കും ഒരു കൊഴിഞ്ഞു പോവോ എന്നുള്ള പേടി ആർക്കും വേണ്ട. ഇത് ചെയ്താൽ ആരുടെയും ഹെയർ കൊഴിയത്തില്ല. കാരണം അത്രയ്ക്കും കെയർ ചെയ്യുന്നത് കൊണ്ട് ഒരാളുടെ പോലും ഹെയർ ഇത് ചെയ്യുന്നതുകൊണ്ട് കൊഴിയത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. കേൾസുള്ള ഹെയറാണ്, ഷോർട്ടുമാണ് ഹെയർ. അപ്പോൾ ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ഇത് തീരെ ഷോർട്ടായി പോവും ഹെയർ, അതുകൊണ്ട് ലെങ്ത് കുറച്ചിട്ടില്ല. അപ്പം ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഷോർട്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഷോർട്ടാക്കാം. അതല്ല ഷോർട്ടാക്കണ്ടെങ്കിൽ ലെങ്ത് വെക്കണമെങ്കിൽ ലെങ്ത് വെപ്പിച്ച് തന്നെ എടുക്കുകയും ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറാണ്, നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് തന്നെ കിട്ടി. അതുപോലെ ക്രൗൺ ഏരിയയൊക്കെ നല്ല ഭംഗിയായി. ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ഇത് രണ്ടാമത്തെ ഹെയർ. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് വരുന്ന സമയത്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ ഹെയറിൻ്റെ ഡാമേജൊക്കെ മാറി, ലെങ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ലെങ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നായിട്ട് തോന്നും ഹെയർ. അപ്പം ആ ലെങ്ത് കുറച്ചൊന്ന് ഷോർട്ടാക്കാമെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ തോന്നിക്കും. പക്ഷേ ലെങ്ത് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ലെങ്ത് ആ രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെ റൂട്ട് ടച്ച് ചെയ്യുമ്പോഴും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമ്മൾ കുറച്ചിട്ടില്ല, ആ ലെങ്ത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ്. ചാരുമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂരും. അപ്പം ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ എത്തുന്നത്. അപ്പം എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.